അപ്പൊ നമ്മൾ ആദ്യം ഇതിനകത്ത് ചെയ്യേണ്ടത് ആദ്യം കുറെ ചെല്ലുപൊടി ഇടുക. അപ്പം ഒരു ഏകദേശം ഒരു 1/2 കിലോ 3/4 കിലോ എല്ലുപൊടി ഉണ്ട്, അതിടുക. ഇത്രയും മതി. ഇതങ്ങോട്ടിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി, ഉണക്ക ചാണകപ്പൊടി കുറച്ചിടുക. കുറച്ച് കട്ടയുള്ളത് എന്നാലും കുഴപ്പമില്ല, പ്രശ്നമില്ല, വെള്ളത്തിൽ ഇത് റെഡി ആയിക്കോളും. അല്ലാതെ പൊടിയായിട്ടുള്ളത് കിട്ടുമെങ്കിൽ അതും അതായാലും മതി. ഇത് രണ്ടും കൂടെ ഇളക്കണമെങ്കിൽ ഇളക്കാം, അല്ലാതെ ഇതേപോലെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇടുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് കുറച്ച് മണ്ണ് ഇടുക. ഇപ്പൊ ഇതിനകത്ത് ഇടുന്നത് ഈ ഗ്രാവലിന്റെ പൊടിയാണ്. ഗ്രാവൽ എന്ന് പറഞ്ഞാൽ ചുവന്ന മണ്ണ്. ഇത്ര ഇട്ടാൽ മതി. ഇത്ര ഇട്ടിട്ട് ഇതിനകത്തുള്ള കല്ലെല്ലാം, വലിയ കല്ലെല്ലാം പെറുക്കി ഇവിടെ കളയണം. എന്നിട്ട് ഈ ട്യൂബർ എടുത്ത് വെച്ച് എല്ലാവരും ഷോപ്പിൽ വന്നു പറയും താമര വെക്കാൻ അറിയത്തില്ല. ഞാൻ കുറെ പേരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തില്ല. പിന്നെ എല്ലാവർക്കും അത് ഇത് കാണുമ്പം ബോധ്യമാവും. അപ്പോൾ ഇത് ഇതേപോലെ വെക്കുക. വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് ഒരു 2 ചെറിയ കല്ലെടുത്ത് വയ്ക്കുന്നു. ഞാൻ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് പൊങ്ങാതിരിക്കാനാണ്. കുറച്ച് വെള്ളം ഒഴിക്കത്തുള്ളൂ, എന്നാലും യാദൃശ്യമായിട്ട് അങ്ങനെ വെള്ളം കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങാതിരിക്കാനായിട്ട് ഒരു കല്ലെടുത്ത് വെക്കണം. ഇങ്ങനെ ഒരു 2 കല്ലെടുത്ത് വെക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കുപ്പി വെള്ളം വീഴുമ്പം അത് പോകും. അതുകൊണ്ട് ഇത്രയും വെള്ളം മതി, ഇത്രയും തന്നെ വെള്ളം വേണ്ട. അപ്പൊ ഇത്രയും വെള്ളം മതി, ഇത് കൂടുതൽ വെള്ളം വേണ്ട. പിന്നെ ഇത് നമ്മൾ പിന്നെ ഇച്ചിരി കൂടുതൽ പിന്നെ ഇലയെല്ലാം വന്നു കഴിയുമ്പോൾ ജിമ്മേക്കോട്ടൊക്കെ ഇലയെല്ലാം വന്നു കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടി കൊടുത്താൽ മതി. അതിപ്പോൾ ഏതാണ്ട് ഒരു 2 ആഴ്ചയൊക്കെ കഴിയും.